Hey गाइस, guys. वेलकम बैक टू आवर चैनल। तो हम आ गए वापस बिल्कुल एक न्यू पार्ट के साथ उदारम का। लिटरली यार इस बार ये मूवी बहुत ज़्यादा खिंच गई है। बाकी देखते हैं कि अब क्या होने वाला है। जो बेंज है उसको तो मतलब कि पकड़ लिया है जो जॉर्ज ने। और यार ये मूवी बहुत इंटेंस चल रही है, फुल ऑफ सस्पेंस है अभी। मतलब कि यार बहुत ही गंदा है जॉर्ज, और जितना मतलब किसी बुराई करे कम है। बाकी देखते हैं कि यार अब वो जॉर्ज के साथ क्या करता है। और लाइक उसने उसके बेटे को मार भी दिया है, तो फिर भी लाइक उस पे दादागिरी कर रहा है। वो चीज़ मुझे बिल्कुल अच्छी नहीं लगी। और देखते हैं इस वीडियो में अब कैसा होता है आगे मूवी में। वही, सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ओ അടങ്ങടാ നീ भाई, देखना कैसे पकड़ रहा മോർച്ചറിയിൽ है। ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ कितना കൂടെ വാ गंदा है। കത്തിക്കാനെങ്കിലും തന്നുകളാടാ कैसे बोल रहा है यार, शर्म नहीं है इसको। गंदा आदमी, बहुत गंदा। उसकी बेटी की लाश, वही पूरी उनकी हंसती खेलती फैमिली तबाह हो गई यार। നിങ്ങൾ എന്തിനാണ് സാർ എന്റെ ഭാര്യ മക്കളെ ഉപദ്രവിക്കുന്നത്? നമ്മളെ പോലീസ് എന്തിനാണ് സാർ എന്റെ ഭാര്യ മക്കളെ ഇങ്ങനെ ഉപദ്രവിച്ചോ? ഉപദ്രവിക്കുന്നത്? നാളെ രാവിലെ തന്നെ പ്രതിനെ കോടതിയിൽ ഹാജരാക്കും. कितना गंदा है ये, कितना गंदा है। बैंस देखना बेचारा, ഓടിക്കെട്ടി ഇറക്കടാ इसने सोचा नहीं होगा इसके साथ ये होगा। और बैंस इतना अच्छा बंदा है, वो कभी कर ही नहीं सकता ये चीजें। बेचारा यार। वही അഴിച്ചു മാറ്റി കൊച്ചിന്റെ നല്ലയുടെ മുന്നിൽ കൊണ്ടിരുത്തടാ അവരൊന്ന് കാണട്ടെ इसके बच्चे, जब इसकी फैमिली देखी तो टूट ही जाएगी यार। उनको पता है बैंस कभी कर ही नहीं सकता ये। वही നീ എങ്ങനെയാണ് എന്റെ ചെക്കനെ കൊന്നു? അതാണേ നീ എങ്ങനെ എന്റെ ചെക്കനെ കൊന്നു? തലക്കടിച്ച് यार, അതോ ശ്വാസം പിടിച്ച്? എങ്ങനെ പറ്റിയടാ നീ? നിന്റെ മോനല്ലല്ലോ അല്ലേ? എന്നാ നിന്റെ പെണ്ണപ്പിള്ളയും കൊച്ചൊക്കെ ഏറ്റുണ്ടാ. നീ കൂടി കൊണ്ട് സംഭവിച്ചാ മതി. നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കാം. ഏറ്റോടാ, ഏറ്റോ കേട്ടാ. अब क्या करेगा बैंस? इस जॉर्ज की सर फोड़ दो, गंदा आदमी। സാറേ മോനെ പണി ഇറക്കില്ലോടാ ഈ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയൊക്കെ തൊട്ടാ നിങ്ങളെന്താ ആളെ പക്കണോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മീഡിയനൊക്കെ വിളിച്ചു കൂട്ടി ആ തള്ളയും മകളെയും കുറിച്ച് എല്ലാ കഥ മുഴുവൻ ഉണ്ടാക്കിയത്? എടാ ഞാനങ്ങനെ പലയും പറയൂടാ വന്നീ തേഞ്ഞപ്പോ ആര് തേഞ്ഞു സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കാൻ നോക്കിയ മകനെ രണ്ടാനച്ഛൻ തലക്കടിച്ചു കൊന്നു. यार അവൻ ആ ശവം ചാക്കി കെട്ടി കാടിന് തിന്നാൻ കൊടുത്തു. ഇനി എടാ കൊന്നാ പാപം തിന്നാ തീരുമെന്നല്ലേടാ ചൊല്ല്. അപ്പോ നമ്മള് കൊന്നു, അവൻ തിന്നു. वही यार, छी यार, कुछ तो करे वो ही बोलते, वो पुलिस इंस्पेक्टर ही बोलते कुछ। ആ അകത്ത് കിടക്കുന്ന ബെൻസും നമ്മളും തമ്മി വലിയ वही ദൂരമൊന്നുമില്ല സാർ. है ही तुमको। അറിയടാ, പാലാട്ടി നിന്ന് ശീലിച്ചു പോയി. കള്ള കഴിവേറി. कितना गंदा है। നീ ഇങ്ങോട്ട് പോരും മോളെ. उसकी बीवी को विश्वास है, लेकिन
विश्वास है। ഇമാതിരി നെറുകേടൊന്നും കോടതിയിൽ നിൽക്കില്ലാട്ടോ ജോർജ് സാറേ. നമ്മുടെ കോടതിയല്ലേ, നോക്കാം. यार शर्म। ഹലോ, റാന്നി പവി വധക്കേസിലെ പ്രതിയും പവിയുടെ രണ്ടാനച്ഛനുമായ ഷൺമുഖൻ പോലീസ് കസ്റ്റഡിയിൽ. റാന്നി പെരുന്നാട് ഇൻസ്പെക്ടർ ജോർജ് മാത്തന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഷൺമുഖൻ പോലീസിൽ നൽകിയ പരാതിയിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണമാണ് സംശയങ്ങൾ പവിയുടെ അമ്മ ലളിതയിലേക്കും തുടർന്ന് രണ്ടാനച്ഛൻ ഷൺമുഖനിലേക്കും എത്തിച്ചത്. പവി തന്റെ മകളെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്നുമുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്താണോ തന്റെ മുഖത്ത് പോലീസുകാര് തല്ലിയതാണോ? എന്താണോ? സാറത് പ്രതിയെ കമ്പത്തിൽ നിന്നും പിടിക്കുമ്പോണ്ടായ മുറിവാണ്, പോലീസ് അടിച്ചതല്ല. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് സാർ. ഇതൊക്കെ ഉള്ളതാണോ? കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പ്രതിയെ റാന്നി പെരുന്നാട് പോലീസിന് 5 ദിവസത്തേക്ക് വിട്ടുകൊടുക്കുന്നു. ഈ പ്രതിയെ കൊണ്ടുപോയത് പോലെ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായല്ലോ? നെക്സ്റ്റ്. बहुत शांत दिखाई दे रही है। उसका तो सब जड़ी गया वाला है। ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. ഓർക്കാൻ പോലും ഈ കഥയിൽ നീ ബാക്കി ഉണ്ടാവില്ല. വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ജോർജ് സാറ് മരണമടയുകയാണ്. പക്ഷെ മരണമടയുമ്പോഴും ആ അഭിമാനം കയ്യിലില്ലേ? सीरियसली यार कितना गंदा आदमी है जॉर्ज। इस वीडियो से तो हम लोगों को पता ही चल गया है। लाइक इस हिसाब से उसने मतलब कि कर रहा है इतनी बुरी चीज़ और फिर खुद की ही मतलब कि तारीफ़ों पे तारीफ़ किए जा रहा है। बहुत नीच इंसान है। लेकिन ना बेंस बहुत शांत लग रहा है, तो ऐसा लग रहा है कि शायद बेंस ने भी कोई प्लानिंग प्लॉटिंग कर रखी है। हाँ, और मुझे तो इतना बुरा लग रहा है लाइक उसने ही सब कुछ किया है, लाइक जॉर्ज ने सब कुछ किया, बट स्टिल उसके ही घर वालों पे सारा इल्ज़ाम लगाई जा रहा है। वो कितनी बुरी बात है। उसके घर वालों की लाइक नज़रें भी ऊपर नहीं हो पा रही हैं। वो लोग इतने ही पहले दुख में उन्होंने अपना लड़का खोया है, फिर भी लाइक
उसमें कोई इंसानियत नहीं है जॉर्ज में। ऐसा लग रहा है कि बहुत ही घटिया आदमी है। वही तो गाइज, यही था हमारा रिएक्शन। आप लोगों को कैसा लगा प्लीज़ कमेंट करके ज़रूर बताइएगा। अगर अच्छा लगे तो प्लीज़ इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पर नहीं हो तो सब्सक्राइब करिए। बाय।